കണ്ടിട്ട് തന്നെ ഒരു വല്ലാത്തൊരു കണ്ണ് നിറയുന്നുണ്ട് കേട്ടാ ഫീല്. അത് ഒരുക്കി വെച്ചത് ഞാൻ കാണിച്ചു തരാം. അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇതാ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ 10ാമത്തെ നോമ്പാണ്. ഇന്ന് പുറത്തോട്ട് പോവാണ് കേട്ടോ ഞങ്ങൾ നോമ്പ് തുറക്കാൻ. ഇതാ 3 എണ്ണം ബാക്കിലുണ്ട്. പിന്നെ ഇതാ ഗ്രാൻഡ് ഡ്രൈവിംഗ് ആണ്, മാഷാഅല്ലാഹ്. അപ്പോൾ ഇതാ ഞങ്ങൾ ഭയങ്കര ട്രാഫിക്കാണ്. വീട്ടിൽ നിന്ന് 4 മണിക്ക് ഇറങ്ങി അവിടെ എത്തുമ്പോഴത്തേക്ക് എന്താണ് അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. അവിടെ പോയി എത്തിയിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒക്കെ കാണാട്ടാ. ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്, നോമ്പ് തുറക്കുന്നതൊക്കെ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഞാൻ അവിടെ ഇങ്ങോട്ട് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പോകാൻ കുറേ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഇപ്രാവശ്യം എന്തായാലും പോയിട്ട് ഇതിനായിട്ട് പോകുള്ളൂ ഇൻഷാ അല്ലാഹ്. പോയിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഇതാ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. KCC വഴി കയറിയപ്പോഴും ഏത് വഴി പോവുകയാണെങ്കിലും ഒന്നാമത് ഈ നോമ്പ് മുറിക്കുന്ന ടൈമിലേക്ക് എല്ലാവരും വീട്ടിലേക്ക് എത്താൻ ഓടുന്ന ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ KCC കഴിഞ്ഞിട്ട് റൂട്ട് മാറ്റി പിടിച്ചു. അപ്പോൾ കുറച്ച് സമാധാനം കിട്ടി. അവിടെ വലിയ തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് അങ്ങ് പോകാൻ പറ്റി. കവാനിൻ്റെ റൂട്ടിലൂടെ കയറിയിട്ടാണ് പിന്നെ ഞങ്ങൾ പോയത്. KCC വഴിക്ക് വരുന്ന ആ ടൈമിലൊക്കെ ഭയങ്കര ട്രാഫിക്കായിരുന്നു, ഒട്ടും മൂവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ കവാനിജ് റൂട്ടിലൂടെ കയറിയിട്ട് നമുക്ക് മറ്റേ പള്ളീൻ്റെ ആ സൈഡിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ മാഷാ അല്ലാഹ് ആ റൂട്ടിലൂടെ കയറിയപ്പോൾ വലിയ ട്രാഫിക് ഇല്ലാതെ നമുക്ക് നേരത്തെ തന്നെ എത്താൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടെ എത്തി, പള്ളി എത്തിയിട്ടാ. ഗ്രാൻഡ് മോസ്ക് ഷാർജയിലാണ്. 1000കണക്കിന് ആൾക്കാർക്ക് ഇതാ നോമ്പ് തുറക്കാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് വേറെ സെക്ഷനാണ്, ആണുങ്ങൾക്ക് വേറെ സെക്ഷനാണ്. ഞാൻ കാണിച്ചു തരാം. മാഷാ അല്ലാഹ്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. കണ്ടിട്ട് തന്നെ ഒരു വല്ലാത്തൊരു കണ്ണ് നിറയുന്നുണ്ട് കേട്ടോ ഫീല്. അത് ഒരുക്കി വെച്ചത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ മാഷാ അല്ലാഹ് ഞങ്ങൾ എത്തി നോക്കുമ്പോഴത്തേക്ക് അവരെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് സുഫറൊക്കെ വിരിച്ചിട്ട് അത് ഓരോ കിറ്റും ഇഫ്താർ കിറ്റും ഇങ്ങനെ നിരത്തി തന്നെ വെച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എത്തുന്നവരുമുണ്ട്, എത്തിക്കൊണ്ടിരിക്കുന്നവരുമുണ്ട്. ഒരുപാട് ജനങ്ങൾ ഉണ്ട് കേട്ടോ. ഇത് എല്ലാ ദിവസവും നോമ്പ് 30 ഉണ്ടെങ്കിൽ 30 ദിവസവും ഇതേ കഴിച്ച് തന്നെയാണ് കേട്ടോ അവിടെ. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതാ വന്ന് കണ്ടപ്പോൾ ഉണ്ടല്ലോ ശരിക്കും കണ്ണ് നിറഞ്ഞു, കണ്ണും മനസ്സും നിറഞ്ഞു പോയി. കാരണം അത്രയും നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. മാഷാ അല്ലാഹ്. ഇതിൻ്റെ ഭാരവാഹികൾ ആരാണെങ്കിലും ഈ ഒരു പരിപാടിക്ക് ശുക്ർ പടച്ചോനിക്ക് എത്ര ശുക്ർ ചെയ്താലും മതിയാവില്ല. കാരണം അത്രയും ഒരു നല്ലൊരു പുണ്യകർമ്മം തന്നെയാണ് ഈ ഒരു നോമ്പ് തുറപ്പിക്കൽ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഒരാൾക്കാണ് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ പോലും അത് നമുക്ക് ഏറ്റവും ഹൈറായിട്ടുള്ള ഒരു നന്മയാണ് കേട്ടോ. അപ്പോൾ റബ്ബിൻ്റെ വക്കൽ നിന്ന് നമുക്ക് ഏറ്റവും ഹൈർ കിട്ടുന്ന ഒരു ഇതാണ് നോമ്പ് തുറപ്പിക്കൽ എന്നൊക്കെ പറയുന്നത്. ഒരു കാരക്ക കൊണ്ടുപോലും നോമ്പ് തുറപ്പിക്കണം എന്നൊക്കെയാണ് നമ്മൾ ഇസ്ലാമിൽ പറയുന്നത്. കാരണം അതൊരു പുണ്യകർമ്മം തന്നെയാണ്. അപ്പോൾ ഇത്രയും ജനങ്ങൾക്ക് 1000കണക്കിന് ജനങ്ങളുണ്ട്. ഇന്നലെ ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് 4000-ഓളം ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ അത് വർക്കിംഗ് ഡേ ആയതുകൊണ്ട്, അപ്പോൾ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഒക്കെ 8000-ന് മുകളിലൊക്കെ ആൾക്കാർ നോമ്പ് തുറക്കാൻ എത്തുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും വേറെ വേറെ സ്ഥലം തന്നെയാണ് അവർ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇരുന്നു, ഞങ്ങളൊക്കെ അവിടെ ഇരുന്നിട്ട് ഇത് അകത്തുനിന്ന് പുറത്തുള്ള കാഴ്ച ഞാനൊന്ന് ജസ്റ്റ് എടുത്തതാണ്. ഒരുപാട് പെണ്ണുങ്ങളും ഉണ്ട്, ഫാമിലിയായിട്ട് തന്നെയാണ് എല്ലാവരും വന്നിട്ടുള്ളത്.
ഫാമിലിയായിട്ടും ബാച്ചിലേഴ്സായിട്ടും പിന്നെ ഫ്രണ്ട്സായിട്ടും പിന്നെ കുടുംബക്കാരൊക്കെ എല്ലാവരും കൂടി ആ ഒരു ഒത്തൊരുമയിൽ ഒരുമിച്ച് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനറിയുന്നില്ലേ, കാണുന്നില്ലേ? നിങ്ങൾ തന്നെ ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. നിങ്ങൾക്ക് തന്നെ എന്താണ് തോന്നുന്നത്, എന്താണ് ഫീലെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ എല്ലാവരും ബാങ്ക് വിളിക്കുന്നത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ആണുങ്ങളെ സെക്ഷനും പിന്നെ മറ്റേത് ഞാൻ നേരത്തെ കാണിച്ചത് പെണ്ണുങ്ങളെ സെക്ഷനും ആയിരുന്നു. അപ്പോൾ എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ അതിൻ്റെ ഭാരവാഹികൾ നല്ല നീറ്റിൽ നല്ല ക്വയറ്റിൽ തന്നെ അത് കൊണ്ടുപോകുന്നുണ്ട്. ആർക്കും കിട്ടാത്തതല്ല. ഇങ്ങനെ ഓരോ കിറ്റും ഒരാളുടെ നിരത്തി വച്ചിട്ടാണ് നമ്മളെ അവിടെ ഇരുത്തുന്നത്. അതുതന്നെ ഭയങ്കര കാണാൻ ഒരു കുളിർമുള്ള കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്. ബാങ്ക് വിളിക്കുന്നതും വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഇരിക്കുന്നതാണ്. ഇപ്പോൾ ഇതാ ബാങ്ക് വിളിച്ച് കഴിഞ്ഞു. അതിൽ കാരക്കയും വെള്ളവും ഓറഞ്ചും അലീസയും പിന്നെ ബിരിയാണിയും ഒക്കെയാണ് ഈ കിറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ അലീസയും ഓറഞ്ചും ഇതൊക്കെ കഴിച്ചു. പിന്നെ ഇതാ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അടിപൊളി നല്ല ബിരിയാണി ആയിരുന്നു, നല്ല മട്ടൻ ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇതാ നമ്മൾ നമസ്കാരത്തിന് വേണ്ടിയിട്ട് പോയതാണ്. നമസ്കരിക്കാൻ പോയപ്പോൾ ഞാൻ നമസ്കാരം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഔട്ടർ സീൻ ഒന്ന് എടുത്തതാണ്. കാരണം നേരത്തെ വരുമ്പോഴത്തേക്ക് അവിടെ കിറ്റൊക്കെ നിരത്തി വെച്ചതല്ലാതെ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോകാൻ നേരത്ത് എടുത്ത ഒരു ഔട്ടർ സീനാണ് കേട്ടോ. ഇത് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് കഴിക്കാത്തവർ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും മനസ്സ് നിറഞ്ഞൊരു നോമ്പ് തറ തന്നെയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പള്ളിയിൽ പോയിട്ട് നോമ്പ് തുറക്കുന്നത്. പക്ഷേ ഈ പള്ളി ഗ്രാൻഡ് മോസ്കിനെ കുറിച്ച് എല്ലാവരും പറയുമായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യങ്ങളും പോയി നോക്കണം എന്നൊക്കെ എല്ലാവരും പറയുമായിരുന്നു. പക്ഷേ ഇവിടുന്ന് ഈ വൈകുന്നേരങ്ങളിൽ നോമ്പ് തുറ സമയത്ത് പോകാൻ നല്ല ട്രാഫിക്കായിരിക്കും ഷാർജയിലോട്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇത്രയും മടിച്ച് ഇത്രയും ലേറ്റായത്. പക്ഷേ ഇന്നലെ പോയപ്പോൾ ഉണ്ടല്ലോ, ഇത്രയും നാൾ വരാത്തതിൻ്റെ ഒരു നഷ്ടം നമുക്ക് മനസ്സിലാവും. കാരണം അത്രയും നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ദ്വാ ചെയ്യണം. ഈ റംസാന് എല്ലാവരുടെ ദ്വായിലും ഉൾപ്പെടുത്തണം. എന്നെയും കുടുംബത്തെയും അതേപോലെ നിങ്ങളെയും ഞങ്ങൾ ഉൾപ്പെടുത്തുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇതാ ഞങ്ങൾ വന്നിട്ട് ഷൂ ഒക്കെ ഇട്ടിട്ട് തിരിച്ചു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ പുതിയ കൂട്ടുകാരാരെങ്കിലും കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബായ്.